ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 ദൈവം എനിക്ക് തന്ന ഒരു വെളിപ്പാടാണ് 2 ശമൂവേൽ 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കാണുന്നതായ വ്യക്തമായ ചിന്തകൾ എന്ന് പറയുന്നത്, ദാവീദ് രാജാവ് അതിൻ്റെ 14-ാം വാക്യത്തിൽ ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവന്ന ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് രാജാവ് കൊണ്ടുവന്ന ഈ പെട്ടകത്തിൽ അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന ഒരാൾക്ക് മാത്രമേ സന്തോഷത്തോടെ 2024 ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് സ്പിരിച്വൽ ഹാപ്പിനെസ്സാണ്. ആത്മീയ സന്തോഷമാണ് സന്തോഷം. ഭൗതിക സന്തോഷങ്ങളെല്ലാം മാറുന്നതാണ്. ആത്മീയ സന്തോഷം മാറ്റാവുന്നതല്ല. അതെപ്പോഴും അടിഞ്ഞു കിടക്കുന്നതാണ്, അലിഞ്ഞ് ലയിച്ചിരിക്കുന്നതാണ്. അതിലുള്ള സന്തോഷം കണ്ടെത്തണം. എങ്ങനെയാണ് അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുക? ഇവിടെ കാണാൻ സാധിക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാവിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യാവും ആ പുതിയ വണ്ടി തെളിച്ചു. ഇത് ദാവീദ് രാജാവ് ഇത് പുതിയ ഒരു വണ്ടിയിൽ കയറ്റി പെട്ടകം കൊണ്ടുവരിക. അവിടെ 3-ാം വാക്യത്തിൽ അബീനാദാവിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. ഇവിടെ സാധിക്കുന്നത് ഇവരിതെടുത്തുകൊണ്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. അവർക്ക് വണ്ടിയെ കൊണ്ടുവരാൻ പ്രമാണമില്ല. ദ ആർക്ക് വാസ് ടു ബി ക്യാരിഡ് ബൈ ദ സൺസ് ഓഫ് കോഗ്ലത്ത്, നോട്ട് ബൈ എ കാർട്ട് ഓർ വെഹിക്കിൾ. ഡേവിഡ് അഡോപ്റ്റഡ് എ ഫലസ്റ്റൈൻ എക്സ്പീരിയൻസ്. ഇത് മറ്റൊരു പാരമ്പര്യം ഒന്ന് കവർന്നെടുത്തതാണ്. അത് വണ്ടി തെളിച്ച് വണ്ടിയിലല്ല അവർ കൊണ്ടുവരേണ്ടത്. അത് പവിത്രതയോടെ അതിന് ചുമക്കാനായിട്ട് സാധിക്കണം. ഇത് കാരണം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 7-ാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ അവർ നാമോൻ്റെ കുളത്തിൻ്റെ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ അവിവേക നിമിത്തം ദൈവം അവനെ അവിടെ വെച്ച് സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. അപ്പോൾ ഒരു വലിയ സംഭവം നടക്കുന്നത്, ദ സിൻ ഓഫ് ഉസ്സ in touching the ark arose from the fact that it was not being carried by the Levites as God has directed. The violation of God's holiness represented by the ark cost him his life. ലേവ്യ പാരമ്പര്യത്തിൻ്റെ വയലേഷൻ അത് തെറ്റിച്ചതുകൊണ്ട്, നിയമം തെറ്റിച്ചതുകൊണ്ട് കാളയല്ല കൊണ്ടുവരേണ്ടത്, നിയമപ്പെട്ടകം. നിയമപ്പെട്ടകം കൊണ്ടുവരേണ്ടവർ കൊണ്ടുവരാതെ കാളയെക്കൊണ്ട് ചുമപ്പിച്ച് അതിനബദ്ധം വന്നപ്പോൾ അവുത്തേൽ കയറി പിടിച്ച ഉസായിക്ക് പറ്റിയതുപോലെയാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനമാകുന്ന നിയമപ്പെട്ടകം എടുക്കുന്നത്. ഈ വചനം ഹൃദയസ്ഥമാക്കുവാനും ഈ വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഈ വചനത്തിന് അടിസ്ഥാനമായി ഏറ്റവും പ്രാധാന്യമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ്, ആത്മീയ സന്തോഷം ഉണ്ടാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, 2024 എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നൽകുന്നതോടൊപ്പം ഈ 2024 ഈ അനുഗ്രഹീതമായ ചാനലിൽ ദൈവവചനം പ്രഘോഷിപ്പാൻ ദൈവം സാധിപ്പിച്ചതുകൊണ്ട് ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനമുള്ള
ബ്രദർ ഡോക്ടർ മാത്യു സതീസ് അവറുകളോടും കുടുംബത്തോടും എല്ലാ വിഭാഗം ജോലിക്കാരോടുമുള്ള നന്ദി നിസ്സീമമാണ്. ലോകത്തിൻ്റെ പല 7 വൻകരകളിൽ ഇതെവിടെല്ലാം ലഭിക്കുമോ അവിടെയെല്ലാം ദൈവം ഇത് കേൾക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇത് നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് ഈ ഞാനും നിങ്ങളും, ദൈവത്തെ അറിഞ്ഞ ഞാനും നിങ്ങളും, അറിയാത്തവർക്കാണെങ്കിൽ പ്രശ്നമില്ല, നിയമപ്പെട്ടകം ചുമക്കുവാൻ വിളിക്കപ്പെട്ടവർ, ആ വിളിക്കപ്പെട്ടവരെ അത് ചുമക്കാവുള്ളൂ. വിളിക്കപ്പെട്ടവർ ചുമക്കുന്നത് ഭയഭക്തിയോടെ ചുമക്കണം. കൈപിടിച്ചാൽ കരിഞ്ഞു പോകും. ഇന്നൊരു കരിഞ്ഞ അവസ്ഥ സംഭവിക്കുന്നതിൻ്റെ കാര്യം പാപമാണ്. പാപത്തിലൂടെ കരിഞ്ഞ അവസ്ഥ സംഭവിക്കുന്നു. ആ പാപം സംഭവിക്കുന്നത് കൊണ്ട് ആ നശിപ്പിരിൻ്റെ അവസ്ഥയാണ് സംഭവിക്കുന്നത്. എങ്ങനെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവദാസന്മാരെയും ദൈവിക പ്രസ്ഥാനങ്ങളെയും നശിപ്പിക്കുവാൻ എല്ലാ മേഖലകളിൽ നിന്നും പ്രശ്നങ്ങളുണ്ട്, പ്രഷറുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവ ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അവൻ്റെ അശുദ്ധി നിമിത്തമാണ് ഈ മരണം സംഭവിക്കുന്നത്. അശുദ്ധി നമ്മളുടെ വിശുദ്ധിയും വേർപാടും ഇതിനാവശ്യമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഒരു ക്ലീൻനെസ്, ഒരു ഹോളിനെസ് ആണ്. അവിടെയാണ് നമ്മൾക്ക് ഇതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത വാക്യത്തിൽ അവിടെ വായിക്കാൻ സാധിക്കുന്നത്, ഇത് കേട്ടപ്പോൾ ദാവീദിന് സങ്കടമായിപ്പോയി. അത് യഹോവ ഉസ്സിയെ ചെയ്ത നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പെരസുസ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറയുന്നു. അത് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് അവൻ പറഞ്ഞു. ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. ദാവീദ് രാജാവിൻ്റെ വലിയ ഒരു ഗുണമായിരുന്നു, കെയർലെസ് ആയിട്ടൊരു കാര്യം ചെയ്തതുകൊണ്ട് ഒരു സംഭവിച്ച സംഭവം ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നമ്മളുടെ കെയർലെസ്നെസ് കൊണ്ട് ദോഷം സംഭവിക്കരുത്. നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് ദോഷം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ പ്രിപ്പയർ ചെയ്തേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ഓരോ കാര്യങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഓരോ കാര്യങ്ങളിലും നമ്മൾ വളരെ വിവേകമുള്ളവരായിരിക്കണം. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ് പരിശുദ്ധാത്മാവാണ്. വിശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെയും ആത്മാവ് പരിശുദ്ധാത്മാവാണ്. വിവേചനത്തിൻ്റെയും വെളിപ്പാടുകളുടെയും ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഭാഷകളുടെ വരങ്ങളുടെയും ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ ഭയമാണ് നമ്മൾക്കും ഉണ്ടാകേണ്ടത്. ദൈവത്തെ ഭയമുള്ളവരായിരിക്കണം. ഇന്ന് ആരെയും ഭയമില്ല, ആരെയും എന്തും പറയാം, ആരെയും എന്തും അധിക്ഷേപിക്കാമെന്നുള്ളൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. തെറ്റുകൾ തിരുത്തുന്നതിലല്ല, തെറ്റുകളെ അതിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. ദാവീദ് രാജാവ് അവിടെ ഭയപ്പെട്ടിട്ട് അവൻ ചെയ്യുന്ന കാര്യം അവിടെ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ ഭയപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തെ ഭയമില്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം ദൈവഭയത്തിൽ നിലനിന്ന് മുൻപോട്ട് പോകാൻ സാധിക്കണം. അവിടെ അവർ ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൻ്റെ അടുക്കലെത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഇതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള സിസ്റ്റം പഠിച്ചിട്ട് ഓബേദ്ഏദോമിൻ്റെ ഭവനത്തിലേക്ക് ഈ പെട്ടകം കൊണ്ടുപോവുകയാണ്. ഈ ഓബേദ്ഏദോമിൻ്റെ ഭവനത്തിൽ ഈ പെട്ടകം ഇരിക്കുമ്പോൾ ആ ഭവനത്തെ അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ഒരാൾ ഈ പെട്ടകത്തെ തൊട്ടപ്പോൾ മരണം സംഭവിച്ചെങ്കിൽ വേറൊരു ഭവനത്തിൽ അവനെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതാണ്. ഇത്
സഹോദര, നിനക്ക് ശാപത്തിന് കാരണമാകരുത്, നിനക്കിത് അനുഗ്രഹത്തിന് കാരണമാകണം. നിനക്കിത് ശാപത്തിന് കാരണമാകാനല്ല ഈ ദൈവവചന പ്രഘോഷണം നടത്തുന്നത്. നിനക്കിത് അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഓബേദ്ഏദോമിൻ്റെ ഭവനത്തെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ യഹോവയുടെ നിയമപ്പെട്ടകം ഇരിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. ഈ 2024 നീ യഹോവയുടെ നിയമപ്പെട്ടകം നിൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കുന്നെങ്കിൽ, നിയമപ്പെട്ടകമാകുന്ന വിശുദ്ധ വേദപുസ്തകം, വീട്ടുപ്രാർത്ഥന, ഈ ധ്യാനം, വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, അത് പവിത്രതയോടെ ചെയ്തെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സാധിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഓബേദ്ഏദോമിൻ്റെ ഭവനത്തിൽ അത് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ദാവീദ് രാജാവ് യഹോവ ഓബേദ്ഏദോമിനെയും കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ നിയമപ്പെട്ടകവും കൊണ്ടുവരികയാണ്. ഇത് കൊണ്ടുവരുന്ന ആ വഴിയിലുള്ള ആ സന്തോഷം തൻ്റെ സ്വന്തം നഗരത്തിലേക്ക് കൊണ്ടുവരികയാണ്. സന്തോഷം മറ്റൊരിടത്ത് മാത്രമല്ല, തൻ്റെ സ്വന്തം നഗരത്തിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ അത് ലോകത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദ് രാജാവാണ്. ദേശത്തെ മുഴുവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ജനതയെ മുഴുവൻ കാത്തു സൂക്ഷിക്കണം. അവരുടെ ന്യായവും നീതിയും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുൻപോട്ട് പോകേണ്ട ദാവീദ് രാജാവ് കൃത്യമായി പറഞ്ഞാൽ, കൃത്യമായി സൂക്ഷ്മതയോടെ ഈ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ സാധ്യമായി തീരണം. അവിടെ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഈ 2024 പ്രവേശിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ജാനുവരി മാസം ആരംഭിക്കുമ്പോൾ മുതൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ഡിസംബർ 31 തീർന്നു വരുന്നത് വരെ ഒരാത്മീയ സന്തോഷത്തിൻ്റെ വർഷമാക്കി തീരുവാൻ നിയമപ്പെട്ടകം മുറുകെ പിടിച്ചുകൊള്ളണം. ദൈവം തന്നിരിക്കുന്ന നിയമപ്പെട്ടകമാകുന്ന 10 കൽപ്പനകൾ, ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ക്രമങ്ങളുണ്ട്. അതിനെ ഹോൾഡ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അതിനെ അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കുന്നത്. അത് യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവനൊരു കാളയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. 2 ശമൂവേൽ 6:13 ദാവീദിൻ്റെ യാഗം നടക്കുകയാണ്. അവിടെ ദാവീദ് രാജാവ് യാഗം കഴിക്കുകയാണ്. 6 ചുവട് നടന്നപ്പോൾ യാഗം കഴിക്കാൻ ആരംഭിച്ചു. ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാത്ത ആരാധന സന്തോഷം, നമ്മളെ തന്നെ സ്വയം യാഗമർപ്പിക്കുമ്പോൾ നമ്മളെയും നമ്മുടെ ശരീരങ്ങളെയും യാഗമർപ്പിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ യാഗത്തിൽ യാഗവസ്തു യേശു തന്നെയാണ്. യാഗം കഴിക്കുന്ന ആൾ യേശു തന്നെയാണ്. യാഗം കഴിക്കുന്ന ആൾ ഒരാൾ തന്നെ ആയതുപോലെ അതിൻ്റെ പ്രതിരൂപമാണല്ലോ നമ്മുടെ യാഗം. നമ്മളെല്ലാ ഞായറാഴ്ചയും കർത്താവിൻ്റെ രക്തവും കർത്താവിൻ്റെ ശരീരവും ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവെന്ന് പറയുമ്പോൾ ആദിമസഭയിൽ കൂടി വന്നപ്പോഴൊക്കെയും അവർ ചെയ്തിരുന്നു. യേശുവിന് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒന്നാണ് വിശുദ്ധ കുർബാന. ആ യാഗം അവിടെ അർപ്പിക്കുകയാണ്. ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ യാഗമറുത്ത് ദൈവസന്നിധിയിൽ യാഗം കഴിക്കുന്നത് പഴയ നിയമ പ്രമാണമാണെങ്കിൽ, ഇന്ന് നമ്മളുടെ പ്രമാണത്തിൽ നമ്മൾ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും ഭക്ഷിക്കുമ്പോൾ കർത്താവിനെ പോലെയായി ആ ത്യാഗമുള്ള ശുശ്രൂഷ ഞാനും നിങ്ങളും ചെയ്യാൻ പഠിക്കണം. ആ ത്യാഗത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ കാണണം. നമ്മൾ ഇന്ന് യാഗം കഴിക്കേണ്ടത് മറ്റു വലിയ യാഗങ്ങളല്ല, മറ്റ് സ്വർണ്ണക്കുരിശ് കൊടുക്കാനല്ല ഞാൻ പറയുന്നത് യാഗം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് ചെയ്യാനല്ല പറയുന്നത്. ചെയ്തോ അത് അനുഗ്രഹം തന്നെ. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സാധുക്കളായ ആളുകളുണ്ട്, ജ്ഞാനമില്ലാത്തവരുണ്ട്. അവർക്ക് ജ്ഞാനികളെന്ന് അവർക്ക് തോന്നുന്നെങ്കിലും
അവരെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ സ്നേഹമെന്ന യാഗം അർപ്പിക്കണം. സ്നേഹമെന്ന യാഗം അർപ്പിക്കുമ്പോൾ ആ ആർട്ടിഫിഷ്യൽ സ്നേഹമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബ്രെയിനിൽ നിന്ന് വരുന്ന സ്നേഹമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമുണ്ട്. പിതാവായ ദൈവം പുത്രനിലൂടെ ലോകത്തിന് തന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതുകൊണ്ട് നമ്മൾക്കതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദൈവസ്നേഹം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുവാനാണ് നമ്മുടെ ശരീരമാകുന്ന ദേവാലയം. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ യാഗമായി അർപ്പിക്കുമ്പോൾ പാപസ്വഭാവങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നത്, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കുന്ന മദ്യപാനം, വെറിക്കൂത്തുകൾ, മറ്റേതെങ്കിലും സന്തോഷങ്ങൾ, മറ്റ് വാട്സാപ്പ്, ഫേസ്ബുക്ക്, വീഡിയോകൾ, ഈ സന്തോഷങ്ങളെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കുവാൻ, യാഗമായി അർപ്പിക്കുന്ന ആ യാഗമാണ് ആവശ്യം. 2024 ഒരു യാഗത്തിൻ്റെ വർഷമായി തീർന്നാൽ ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ്സിൻ്റെ വർഷമായി തീരാൻ സാധിക്കും. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നും വരികയെന്നല്ല ഞാൻ പറയുന്നത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരും. ചുറ്റുപാടും ഭയപ്പാടുള്ളത് പലത് കാണും, വേദന വരുന്നത് പലത് കാണും, പിടിച്ചു നിൽക്കാൻ പ്രയാസമുള്ളത് പലതും കാണും. സപ്പോർട്ട് ചെയ്യേണ്ടവർ സപ്പോർട്ട് ചെയ്യാതെ വരും. പല കാര്യങ്ങളിൽ നമ്മൾ കുഴഞ്ഞു പോകും. ഈ കുഴഞ്ഞു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, മതവിഭാഗ ഭേദമന്യേ ഇതാരുടെയും കുത്തകയല്ല. ഈ കർത്താവിൻ്റെ നിയമപ്പെട്ടകം, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇസ്രായേലിന് കൊടുത്തെങ്കിൽ ജാതികളായ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ഇത് ഓഫർ ചെയ്തിരിക്കുകയാണ് കർത്താവ്. ഇത് സൗജന്യമായി ജാതികളായ എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ പ്രാപിച്ചെടുത്ത് നിൻ്റെ ക്രിസ്തീയ ജീവിതം വളർത്തിയെടുക്കണം, ജയജീവിതമായി നയിക്കണം. യേശു ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ നീ വളരണം. യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വളരണം. യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വളരുമ്പോഴാണ് പരിശുദ്ധാത്മ ശക്തിയാലുള്ള സന്തോഷം ലഭിക്കുന്നത്. ഉസായിയുടെ മരണത്തിൽ ഭയപ്പെട്ടു പോയി ദാവീദ്. ഭയപ്പെട്ടത് അങ്ങും തോറ്റോടുന്ന ആളല്ല. ഗോലിയാത്തിനെ കണ്ടിട്ട് ഭയമില്ലാത്തവനാ ദാവീദ്. സിംഹത്തെ പേടിയില്ലാത്തവനാ ദാവീദ്. കരടിയെ പേടിയില്ലാത്തവനാ ദാവീദ്. ഇതിൻ്റെ എല്ലാം വായി നാട്ടിലായിരുന്നപ്പോൾ ആടിനെ വലിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡാണ് ദാവീദ്. എന്നാൽ ദൈവപ്പെട്ടകത്തെ തൊട്ടപ്പോൾ അവൻ കരിഞ്ഞു പോയപ്പോൾ, അതുകൊണ്ട് നീ കരിഞ്ഞു പോകാതിരിക്കാനാണ് പറയുന്നത്. നീ കരിഞ്ഞു പോകാതിരിക്കാനാണ് പറയുന്നത്. നിനക്കുള്ള നല്ല അംശമുണ്ട്. ഓബേദ്ഏദോമിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു ദൈവത്തിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു. ആ ദൈവത്തിൻ്റെ നഗരത്തിൽ, ദാവീദിൻ്റെ നഗരത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ പുതിയ നിയമ ഇസ്രായേലായ ഞാനും നിങ്ങളും, പുതിയ നിയമ ഇസ്രായേൽ ആരെ ഇതിനിൽ വിശ്വസിക്കുന്നുവോ, ആരിതിനെ അംഗീകരിക്കുന്നുവോ, അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവേശിക്കും. അവരിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവേശിക്കും. അവരിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവേശിച്ച് അവരനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അവരനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഭയത്തോടെ യാഗമായി തീരുവാനായിട്ട് സാധിക്കണം. ദൈവസന്നിധിയിൽ ത്യാഗമുള്ളവരായിരിക്കണം. യേശു കർത്താവിൻ്റെ അനുയായികളെന്ന് പറയുന്നത് ത്യാഗമുള്ളവരായിരിക്കണം. ആ ത്യാഗത്തിലൂടെ മാത്രമേ ഇതിനെ വലുതാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവനൊരു കാളയെ തടിപ്പിച്ച് കിടാവിനെ യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ആ പഞ്ഞിനൂലങ്കി കൊണ്ടുള്ള ആ ഡ്രസ് കോഡ് ദാവീദിന് ആരാധനയുടെ ആ ഡ്രസ് കോഡാണ്. ആരാധനയുടെ ഡ്രസ് കോഡിൽ ആ പഞ്ഞിനൂലങ്കി മറ്റ് ഭാരങ്ങളൊന്നുമില്ല. പഞ്ഞിനൂലങ്കി ധരിക്കുമ്പോൾ അതിൻ്റെ സിംബോളിക്കായിട്ട് ശരീരത്തിൽ ഭാരങ്ങളില്ല, മനസ്സിൽ ഭാരങ്ങളില്ല. ശരീരത്തിലും മനസ്സിലും ഭാരങ്ങളും പാപങ്ങളുമില്ല. അത് ധരിച്ചുകൊണ്ടാണ് ആ 14-15 വാക്യത്തിലേക്ക് അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. ഇതിനെ താഴോട്ട് വായിക്കുമ്പോൾ സ്വന്തം ഭാര്യ മീഖൾ പോലും വിമർശിക്കുന്നുണ്ട്.
വിമർശനമൊന്നും ഇതിന് കാരണമല്ല. ദൈവസന്നിധിയിൽ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ വിമർശിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ തളരാതെ പതരാതെ നിൻ്റെ ആശയം കൈവിടാതെ, ആശ്രയം കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. അതുകൊണ്ടൊരു ദൈവവേദനയെ നിന്നെ ഈ 2024 കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളെക്കാളും എത്രയോ നല്ല മനുഷ്യർ ഈ ലോകം വിട്ടുപോയി, എത്രയോ നല്ല മനുഷ്യർ അനുദിനം വിട്ടുപോകുന്നു. നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ഇത് പറയാനും ഇത് കേൾക്കാനും ഇത് പ്രവർത്തിക്കുവാനും, നമ്മളെ ഒരു ദിവസം കൂടെ ഒരു വർഷം കൂടെ നിൽക്കുമോ നോക്കുകയാണ്. 2024 നിൽക്കുമോ നോക്കുകയാണ്. 2024 ഒരു സ്പിരിച്വൽ ഹാപ്പിനെസ്സിൻ്റെ വർഷമായി, ആത്മീയ സന്തോഷത്തിൻ്റെ വർഷമായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എന്നും എന്നേക്കും തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് 2024 നിൻ്റെ മക്കൾക്കെല്ലാവർക്കും സ്പിരിച്വൽ ഹാപ്പിനെസ്സിൻ്റെ വർഷമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.